സംസ്ഥാനത്തെ സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെങ്കിലും ഒരു സർവകലാശാലയിലെ പ്രശ്നത്തിന് ഇതുവരെയായും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സർവകലാശാലയിലെ പ്രശ്നമല്ല, സർവകലാശാലയിൽ രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാറിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. തത്വത്തിൽ മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണർ രാജേന്ദ്ര അർലേക്കറും തമ്മിൽ നടത്തിയ ചർച്ചയിൽ എല്ലാം പരിഹാരമായി. സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസ് വൈസ് ചാൻസലർ ആവുകയും ചെയ്തു. സജീവ് ഗോപിനാഥ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി ഉടൻ ചുമതലയേക്കും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടന്നത് കേരള സർവകലാശാലയിലായിരുന്നു. ഭാരതാംബയെ ചൊല്ലിയുള്ള വിവാദവും ഇതിന് തൊട്ടു പിന്നാലെ വിദ്യാർത്ഥികൾ ഉയർത്തിവിട്ട പ്രക്ഷോഭങ്ങളും, ആ പ്രക്ഷോഭങ്ങളുടെ പേരിൽ മോഹൻ കുന്നുമേൽ എന്ന് പറയുന്ന വൈസ് ചാൻസലറെ തടഞ്ഞുവെച്ചതും പോലീസ് നോക്കി നിൽക്കെ ഉണ്ടായ പ്രശ്നങ്ങളുമൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായി മാറി. മോഹൻ കുന്നുമേലിന് ചുമതലയുണ്ടായിരുന്ന കേരള സർവകലാശാലയിൽ നിന്നും രജിസ്ട്രാറായിരുന്ന KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ ഇതുവരെയായും പിൻവലിച്ചില്ല. സസ്പെൻഷൻ പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ അനിൽകുമാർ ശാസ്താംകോട്ട DB കോളേജിലെത്തി ചുമതലയേൽക്കുവാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ചുമതല ഏറ്റു എന്ന് പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ അവിടെയും ഒരു സാങ്കേതിക പ്രശ്നം ഉയർന്നു നിൽക്കുകയാണ്. രജിസ്ട്രാറായി ജോലി നോക്കുന്ന സമയത്ത് സസ്പെൻഷനിലായിരുന്ന അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല. അതായത് സാങ്കേതികപരമായി സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരു സ്ഥലത്തോ ചുമതലയേൽക്കാൻ കഴിയില്ല. ആ പ്രശ്നം പരിഹരിക്കാതെ തന്നെയാണ് അനിൽകുമാർ നേരെ ശാസ്താംകോട്ട DB കോളേജിലെത്തി പ്രിൻസിപ്പലിൻ്റെ ചുമതല ഏറ്റെടുത്തത്. ഇതിൽ ഇപ്പോഴും നിയമപരമായ പ്രശ്നങ്ങൾ ഉയരുകയാണ്. ഇത് പരിഹരിക്കുവാൻ എന്താണ് ഇത്രയും താമസം? എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർവകലാശാലയ്ക്ക് വേണ്ടിയാണ് ഗവർണർ പങ്കെടുത്ത സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതിനെതിരെ വലിയ തരത്തിലുള്ള സമരങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഉയർന്നു പൊങ്ങിയപ്പോഴും കുലുങ്ങാതെ നിന്ന ഒരാളായിരുന്നു അന്നത്തെ രജിസ്ട്രാറായിരുന്ന അനിൽകുമാർ. അനിൽകുമാർ ആദ്യ അവസാനം വരെ ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ സഹായവുമായി നിന്നത് അന്നത്തെ സിൻഡിക്കേറ്റിലും സെനറ്റിലും ഉണ്ടായിരുന്ന നേതാക്കന്മാരായിരുന്നു, വിദ്യാർത്ഥി സംഘടനകളായിരുന്നു. അവരൊക്കെ ഈ അനിൽകുമാറിനെ മറന്നുപോയോ? അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒത്തുതീർപ്പാക്കി. പക്ഷേ ഗവർണർ ഒരു കാര്യം മുന്നോട്ട് വെച്ചു, യാതൊരു കാരണവശാലും രജിസ്ട്രാർ പദവിയിലേക്ക് ഇനി അനിൽകുമാറിനെ കൊണ്ടുവരാൻ പാടില്ല എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. സർക്കാർ അതേപടി അംഗീകരിക്കുന്നു. പക്ഷേ സർക്കാർ അവിടെ ഒരു കാര്യം ചെയ്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ, രജിസ്ട്രാർ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി പിൻവലിക്കുവാൻ സർക്കാർ തയ്യാറായില്ല. എന്നാൽ എങ്ങനെ പിൻവലിക്കുമെന്നുള്ളതിനെ ചൊല്ലി നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്നിരുന്നു. അന്ന് ചാൻസലർ കൂടിയായ ഗവർണർ പറഞ്ഞത്, നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ, ആ തീരുമാനം ഞാൻ അംഗീകരിക്കാം. പക്ഷേ ആരും തീരുമാനമെടുത്തില്ല. തീരുമാനത്തെ ചൊല്ലി പ്രശ്നങ്ങളായി. അത് കോടതി കയറിയിരിക്കുകയാണ്. ഇനി കോടതിയുടെ ഉത്തരവ് വരെ കാത്തിരിക്കണം. ഈ രജിസ്ട്രാറായിരുന്ന അനിൽകുമാറിന് DB കോളേജിൽ അല്ലെങ്കിൽ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പ്രിൻസിപ്പളായി ചുമതലയേൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രവുമല്ല, ആ പദവി ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ. ആ പദവി ഏറ്റെടുക്കാൻ എത്തിയപ്പോഴാണ് ഇത്രയും വലിയൊരു കുരിശ് തൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് എന്നുള്ള കാര്യം അനിൽകുമാർ അറിയുന്നത്. അദ്ദേഹത്തെ രജിസ്ട്രാറാക്കി നിയമിച്ചതും ഈ സർക്കാരാണ്. അദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകിയതും ഈ സർക്കാരാണ്. ചാൻസലർക്കെതിരെ നടത്തിയ എല്ലാ പ്രക്ഷോഭങ്ങൾക്കും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് എല്ലാ പിന്തുണ നൽകിയതും ഈ സർക്കാരാണ്. പക്ഷേ എന്തുകൊണ്ട് രജിസ്ട്രാറായിരുന്ന ഈ അനിൽകുമാറിനെ സഹായിക്കാൻ സർക്കാർ തയ്യാറായില്ല? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, അനിൽകുമാറിന് എതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഗവർണർക്കുണ്ടായിരുന്നു. കാരണം ഗവർണർ പറയുന്ന വാക്കുകളൊന്നും തന്നെ കേൾക്കുവാൻ രജിസ്ട്രാറായിരുന്ന അനിൽകുമാർ തയ്യാറായില്ല. മിനി കാപ്പനെ രജിസ്ട്രാർ പദവിയിൽ കൊണ്ടുവന്നപ്പോഴും ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ അദ്ദേഹം രജിസ്ട്രാറുടെ ഓഫീസിലെത്തുന്നു, ഉത്തരവുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് വൈസ് ചാൻസലർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല. വൈസ് ചാൻസലർക്കെതിരെ പ്രവർത്തിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പിന്തുണ നൽകുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിൽ ഇടപെട്ട നാൾ മുതൽ തന്നെ ഗവർണറുടെ മുന്നിലെ കണ്ണിലെ കരടായിരുന്നു ഈ അനിൽകുമാർ. പക്ഷേ അനിൽകുമാറിന് മാത്രം കൃത്യമായ ഒരു പരിഗണന ലഭിക്കാതെ തൽക്കാലം പ്രശ്നങ്ങൾക്ക് പരിഹാരം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാരും ഒപ്പം
ഗവർണറും ശ്രമിച്ചത്. പക്ഷേ അനിൽകുമാറിനെ പിന്തുണച്ചവർ എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല? അതൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്തുക തന്നെ വേണം. ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ശാസ്താംകോട്ട കോളേജിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ അനിൽകുമാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് സർക്കാരാണ്. ഇടതുപക്ഷ പാർട്ടികളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ യൂണിയനുകളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അദ്ദേഹം കേരള സർവകലാശാലയിലെത്തുന്നതും അവിടുത്തെ രജിസ്ട്രാറായി ജോലി തുടങ്ങുന്നതും. പക്ഷേ അദ്ദേഹം പുറത്തേക്ക് പോയപ്പോൾ, അദ്ദേഹത്തെ രജിസ്ട്രാർ പദവിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അടുത്ത ജോലിയിലെത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സഹായിക്കാൻ എന്തുകൊണ്ട് ഇത്രയും താമസം? ആ ഒരു കാര്യം ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തവർ, അന്ന് സമരം ചെയ്തവർ, രജിസ്ട്രാർ ഉപയോഗിച്ചവർ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ഒരു പിന്നോട്ടടിക്കുന്ന നയം സ്വീകരിക്കുന്നു? കേരളം ചിന്തിക്കണം, മനസ്സിലാക്കണം. എന്തായാലും അനിൽകുമാർ ഒരു കാര്യം തീരുമാനിച്ചു, DB കോളേജ് വിട്ട് ഇനി എങ്ങോട്ടേക്കും പോകില്ല, അവിടെ തന്നെ ഉറച്ചു നിൽക്കും. എന്തായാലും നിയമ നടപടികളുമായി ആര് നീങ്ങിയാലും അതിനെ എതിർക്കാനുള്ള തയ്യാറെടുപ്പും അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതമായൊരു താവളത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി നടപടിക്രമങ്ങൾ വേഗത്തിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് DB കോളേജിൽ വീണ്ടും പ്രിൻസിപ്പളായി കടന്നുകൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ട്.